മഞ്ജു വാര്യരും ദിലീപും ഒന്ന് പരസ്പരം കൈ കൊടുത്തതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. എന്തൊക്കെ ചർച്ചാ വിഷയങ്ങളാണല്ലേ. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മാത്രം ഞാനും ഈ വിഷയം ഒന്നെടുത്ത് ചർച്ച ചെയ്യാം എന്നങ്ങോട്ട് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സിനിമ ഫീൽഡുമായിട്ട് അത്യാവശ്യം കണക്റ്റായി നിൽക്കുന്ന ആളുകൾക്ക്, ഇൻഡസ്ട്രിയിലുള്ളവർക്ക് കംപ്ലീറ്റ്ലി അറിയാം, അത്യാവശ്യം സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് ചെറിയ രീതിയിലെങ്കിലും കണക്ഷനുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ദിലീപ് പൃഥ്വിരാജ് നേർക്ക് നേരെയുള്ള കൊമ്പുകോർക്കലല്ല, അടിയിൽ കൂടുള്ള ചെറിയ പരിപാടികൾ വർഷങ്ങളായിട്ട് ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നടിയെ ആക്രമിച്ച ഒരു കേസ് വന്നല്ലോ. ആ സമയത്ത് ദിലീപിനെതിരെ നല്ല രീതിയിൽ രൂക്ഷമായി വിമർശനങ്ങളുമായി രംഗത്തിറങ്ങിയ ഒരാളായിരുന്നു രാജുവേട്ടൻ. രാജുവേട്ടൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ദിലീപ് എന്ന നടനെതിരെ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ, അവരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ അവർ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പോലും ഇയാൾ പൂർണ്ണമായ തെറ്റുകാരൻ ഇയാളാണ്, പൂർണ്ണമായി ഇയാൾ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്, ഇവനകത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതെ കൂടിയും വർഷങ്ങൾ ആ വ്യക്തി നല്ല രീതിയിൽ നരകയാതന അനുഭവിച്ചു. മനസ്സിലായോ? ഇനിയും കല്ലെറിയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം, എനിക്കതിനെ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം മാജിക് ഫ്രെയിംസ്, നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസറിൻ്റെ ഒരു തിയേറ്റർ, കാക്കനാട് തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ദിലീപ്, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, ജയസൂര്യ. അപ്പോൾ അവിടെ വെച്ചിട്ട് ദിലീപും മഞ്ജു വാര്യരും പരസ്പരം കൈയൊന്ന് കൊടുത്തു. ദിലീപിനെ കണ്ടപ്പോഴത്തേക്ക് പൃഥ്വിരാജ് എണീറ്റൊന്ന് നിന്നു, ഇടയ്ക്ക് സംസാരിക്കുന്നതും കണ്ടു. ഇതൊന്നും വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ, എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല. അതായത് വർഷങ്ങളായി പുള്ളിയെ ഒന്നും ഇവിടുത്തെ കോടതി, കാരണം തെളിവുകളുടെ അടിസ്ഥാനം എല്ലാം നോക്കിയപ്പോഴത്തേക്ക് പുള്ളിയുടെ ഭാഗത്ത് എവിടെയൊക്കെയോ നിരപരാധിത്വം ഉണ്ട് എന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എല്ലാം മറ്റേ പൈസയുടെ പരിപാടി കൊണ്ട് മാത്രം അങ്ങ് മുക്കും, അതൊന്നും ഇവിടെ ആരും പറയല്ലേ. അതൊന്നും നടക്കുന്ന കാലമാണോ ഇന്ന്? കാണുമുണ്ട്, ഇല്ലാന്നല്ല, പൈസയാണ് ഇവിടെ റൂൾ ചെയ്യുന്നത്, അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ദിലീപിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഇപ്പോൾ ദിലീപിൻ്റെ അടുക്കൽ മഞ്ജു വാര്യരുടെ ഒരു എന്താണ് അവർ നിൽക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ പൃഥ്വിരാജ്, ഇവരുടെയൊക്കെ ഒരു റെസ്പോൺസ്, പുള്ളിയോടുള്ളത് ഒരു റെസ്പോൺസ് അല്ല, ഒരു റെസ്പോണ്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് അവർക്കൊക്കെ എവിടെയോ മനസ്സിലായി തുടങ്ങി, പറയുന്നത് പോലല്ല, അത്ര തെറ്റുകാരനല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയത് കൊണ്ട് മാത്രമായിരിക്കുമല്ലോ പോയി കൈ കൊടുക്കുന്നതും പൃഥ്വിരാജ് ഒന്ന് എണീറ്റ് നിൽക്കുന്നതും ഒക്കെ. അല്ലാതെ ആ വ്യക്തി തെറ്റുകാരനാണെങ്കിൽ ഇന്ന് എന്തിനാണ് പുള്ളിയെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്നതും കൈ കൊടുക്കുന്നതും ഒക്കെ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഒരു കാലത്ത് പുള്ളിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്തിയ ആളുകളാണ് രണ്ടുപേരും. ഒന്ന് മുൻ ഭാര്യ, മറ്റേത് ഒരേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരാൾ. പ്രിയപ്പെട്ടവരെ, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ മടിക്കരുത്, അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്ലിപ്പിൽ നിന്ന് തുടങ്ങാം. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ദിലീപേട്ടനും മഞ്ജു വാര്യരും തമ്മിൽ കൈ കൊടുക്കുന്ന ഒരു ക്ലിപ്പ്. ദിലീപ് മഞ്ജുവിന് കൈ കൊടുക്കുന്നത് വ്യക്തമായി. ദിലീപ് മഞ്ജുവിന് കൈ കൊടുക്കുന്നത് വ്യക്തമായി. ദിലീപ് മഞ്ജുവിന് കൈ കൊടുക്കുന്നത് വ്യക്തമായി. വർഷങ്ങൾക്ക് ശേഷം ഒരേ വേദിയിൽ ദിലീപും മഞ്ജു വാര്യരും ഒന്നിച്ചെത്തിയതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായത്. ചർച്ചയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഈ വീഡിയോ അങ്ങോട്ട് വൈറലായി, പലതരത്തിലുള്ള കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനകത്ത് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. ഇവർ തമ്മിൽ പിന്നെ ഒരു വേദിയിൽ ഉണ്ടായിട്ടുണ്ട്, പല വേദികളിലും രണ്ടുപേരും ഒന്നിച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ടൊന്നും പരസ്പരം കൈയൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കേസിൽ പോലും ചിലപ്പോൾ നിരപരാധിയാണ് ദിലീപ് എന്ന് അവർക്കൊക്കെ തോന്നി തുടങ്ങി കാണും. പിടികിട്ടിയോ? എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ മഞ്ജു വാര്യർ ഒരു കാരണവശാലും ദിലീപിന് കൈ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, പറയുക. കൊടുക്കുമോ? ഇത്രയും കാലം ആ വ്യക്തിക്കെതിരെ നിന്നിരുന്ന ഒരു ആള് കൈ കൊടുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അയാൾ തെറ്റുകാരനല്ല എന്ന് ചെറുതായിട്ടെങ്കിലും തോന്നിയത് കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
എന്താണെങ്കിലും മഞ്ജു ചേച്ചി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ഒരു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കുക, എന്നിട്ട് ബാക്കി. പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ എറണാകുളം ദർബാർ ഹാളിൽ മഞ്ജു വാര്യർ നടത്തി ഈ പ്രസംഗം സൂചിപ്പിച്ചാണ് തന്നെ വെറുതെ വിട്ട വിധിയിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതി ഇത്രയൊക്കെ ദിലീപേട്ടനും പറഞ്ഞതാണ്, മഞ്ജു വാര്യരും പറഞ്ഞതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെയുള്ള രണ്ടുപേര് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ കൈയൊക്കെ കൊടുത്ത് ഒരു ചെറുതായിട്ടെങ്കിലും അങ്ങനെ ഒരു പഴയ ഒരു ബന്ധം പുതുക്കുക അങ്ങനൊന്നും അല്ല, പക്ഷെ ജസ്റ്റ് രണ്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പോലും വന്നിട്ട് കൈ കൊടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒന്നുമില്ലാതെ ചെയ്യുമോ? ചെയ്യുമോ? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, പല വേദികളിൽ ഇതൊന്നും അല്ല, ഇതിന് മുമ്പ് ഇവർ രണ്ടുപേരും പല വേദികളിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ വെച്ചിട്ടുള്ള ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ കൈ കൊടുക്കണമെങ്കിൽ അയാൾ തെറ്റുകാരനല്ല എന്ന് എവിടെയോ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ ദിലീപേട്ടൻ പണ്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ഗൂഢാലോചന ആ ഒരു തുടക്കം എവിടെ നിന്നാണെന്നുള്ളത്. ചിലപ്പോൾ അതൊക്കെ ഇനി പുറത്തു വന്നാൽ പലരുടെയും ഭാവി തന്നെ, വീണ്ടും പറയുന്നു പലരുടെയും, ആരൊക്കെയാണെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങളല്ല, ഞാൻ ഈ പറഞ്ഞത് കൊണ്ട കുറച്ച് ആളുകൾ കാണും, അവർക്ക് കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, അവർക്ക് മനസ്സിലായി കാണും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നാണം കെടും, ഫീൽഡിലെ വില പോകും എന്ന് തോന്നിയ ആളുകൾ ചിലപ്പോൾ മഞ്ജു വാര്യരോടൊക്കെ പറഞ്ഞു മതി ഇനിയും വേണ്ട, കോംപ്രമൈസ്, നോർമലായിട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സ്നേഹബന്ധത്തിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് കളിക്കുന്ന കളി ആയിരിക്കാം. ഓക്കെ, ഇനിയും വേറൊരു വീഡിയോ കഴിഞ്ഞ ദിവസത്തെ തന്നെ ഈ ഒരു പരിപാടിയിലുള്ള ഇടയ്ക്കുണ്ടായിരുന്ന കുറച്ച് വീഡിയോ ക്ലിപ്പുകളൊക്കെ വെച്ച് ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. നമുക്ക് അതും കൂടെ കേൾക്കാം. അത് കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരുത്തിനെ പറ്റി പറയാനുണ്ട്. നിങ്ങൾക്കറിയാം അവനെ, ഒരു ഡയറക്ടർ, എനിക്ക് അവൻ്റെ പേര് പോലും പറയാൻ താല്പര്യമില്ല, ഒരു ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വരട്ടെ. അതിനു മുമ്പ് നിങ്ങളിതാ ഇതൊന്ന് കാണും. ഒരു കൗതുകം നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അതിനൊപ്പം തന്നെ ആ വീഡിയോയിൽ കണ്ട നിമിഷങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. സംഭവം മഞ്ജു വാര്യരും ദിലീപും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരു വേദിയിൽ എത്തിയതായിരുന്നു. പക്ഷെ അവർ നേരിട്ട് കണ്ടപ്പോൾ സംഭവിച്ചതാണ് ഞെട്ടിച്ചതും. മാജിക് ഫ്രെയിംസിന്റെ കാക്കനാടുള്ള പുതിയ തിയേറ്റർ സമുച്ചയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും അവിടെ എത്തിയത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഓഗസ്റ്റ് 20 പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഓണം റിലീസ് ചിത്രം ഖലീഫയോടുകൂടി തിയേറ്ററിൽ പ്രദർശനം തുടങ്ങുകയാണ്. ഓഗസ്റ്റ് 18 മുതൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു. ഡിസ്ട്രിക്ട് മൂവീസ് ആപ്പ് വഴിയാണ് ബുക്കിംഗ്. മാജിക് ഫ്രെയിം സിനിമാസിലെ ഞങ്ങൾക്കെല്ലാവർക്കും ഇതൊരു അഭിമാനകരവും അവിസ്മരണീയമായ ദിവസമാണിത്. കൊച്ചി കാക്കനാട് മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ 50ാമത്തെ സ്ക്രീൻ പ്രവർത്തനം ആരംഭിച്ചതോടെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണിത് എന്ന് മാജിക് ഫ്രെയിംസിന്റെ സാരഥി ഡിസ്റ്റൻസ് ഈഫൻ പറയുകയും ചെയ്തു. ഇൻഫോർ പാർക്കിന് സമീപത്തെ തിയേറ്ററിൽ 4 സ്ക്രീനുകൾ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പെറന്റ് LED സ്ക്രീനാണിത്. ഇവിടെയാണ് സിനിമാ താരങ്ങളൊക്കെ എത്തിയത്. അതിൽ മഞ്ജു വാര്യരെയും ദിലീപിനെയുമാണ് എല്ലാവരും ശ്രദ്ധിച്ചതും. പക്ഷേ അവർ ഒരുമിച്ച് കണ്ടപ്പോഴുള്ള നിമിഷമായിരുന്നു അതിശയമായതും. ഒരു കാലത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. പിന്നീട് ഇരുവരും വിവാഹമോചനത്തിലേക്ക് കടന്നത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. അതിനുശേഷം ദിലീപിന്റെ 2ാം വിവാഹവും നടിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടതും അടക്കമുള്ള സംഭവങ്ങളോടെ ദിലീപ് ആരാധകരും മഞ്ജു വാര്യർ ആരാധകരും രണ്ട് ചേരിയിലേക്ക് തിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ദിലീപിനൊപ്പം സിനിമകളിൽ എന്നല്ല പൊതുവേദികളിൽ പോലും കാണുന്നത് പതിവല്ല. ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരായിട്ട് പോലും സിനിമയുമായി ബന്ധപ്പെട്ടതോ അല്ലാതെയോ ആയ ഒരു പരിപാടിയിലും ദിലീപിനെയോ മഞ്ജു വാര്യരെയോ ഇതുവരെ ഒരുമിച്ച് കണ്ടിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ അമ്മ സംഘടന ആ പറഞ്ഞത് തെറ്റാണ്. അത് വേറൊന്നും കൊണ്ടല്ല, രണ്ടുപേരും ഒന്നിച്ചു പങ്കെടുത്ത പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും വന്ന് ഒന്നിച്ചു പങ്കെടുത്തു എന്നല്ല, ഒരു പരിപാടിയിൽ രണ്ടുപേരും വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരെയും ഒന്നിച്ച് ഒരിക്കൽ പോലും ഒരു ഓൺലൈൻ മീഡിയയ്ക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു പരിപാടിക്ക് 2 പേര് വന്നിട്ടുള്ള ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്.
സംഘടന സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ദിലീപും മഞ്ജുവാരും പങ്കെടുത്തിരുന്നു. മഞ്ജുവാരുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ദിലീപും മകൾ മീനാക്ഷിയും മഞ്ജുവിന്റെ വീട്ടിലെത്തിയിരുന്നു. മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിൽ മഞ്ജു പങ്കെടുത്തിരുന്നില്ല. ദിലീപിനൊപ്പം പങ്കെടുക്കുന്നത് കാവ്യ മാധവൻ ആയിരുന്നു. സഹതാരങ്ങളുടെ മക്കളുടെ വിവാഹത്തിനും അത്തരത്തിലുള്ള സ്വകാര്യ ചടങ്ങുകളിൽ ദിലീപിനെയോ കാവ്യയോ പലപ്പോഴും കാണാറുണ്ടെങ്കിലും മഞ്ജുവിനെ അപൂർവമായേ കാണാറുള്ളൂ. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം മഞ്ജുവാരും ദിലീപും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിൽ വൈറലായതും. ഈ പരിപാടിയിൽ തിയേറ്ററിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചില വീഡിയോകൾ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ നടന്മാരും നടിമാരും ഒക്കെ ഏറ്റവും മുകളിലത്തെ സീറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു. എന്നാൽ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് ദിലീപ് വരികയും ചെയ്തത്. ദിലീപ് എത്തിയപ്പോൾ മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചതാണ് പലരെയും അത്ഭുതപ്പെടുത്തിയത്. എല്ലാവരും കരുതുന്നത് ഇവർ തമ്മിൽ ദേഷ്യത്തിലായിരിക്കും, വഴക്കായിരിക്കും, കണ്ടാൽ മിണ്ടില്ല എന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ അവിടെ കണ്ട നിമിഷങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തി. ദിലീപിനെ കണ്ടതും എഴുന്നേറ്റ് നിൽക്കുന്ന മഞ്ജു വാര്യരെയും അതിനൊപ്പം തന്നെ മറ്റ് സഹതാരങ്ങളും എണ്ണീറ്റ് നിന്ന് ദിലീപിനെ സ്വീകരിക്കുന്നതുമാണ് കണ്ടത്. ഇതിനു മുമ്പും ദിലീപിനെ കണ്ട് ചാടി എഴുന്നേൽക്കുന്ന പൃഥ്വിരാജിനെ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ദിലീപിനെ കണ്ട് പൃഥ്വിരാജിന്റെ പ്രതികരണവുമൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഇപ്പോൾ മഞ്ജു വാര്യർ പോലും ദിലീപിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് സ്വീകരിച്ച രീതി വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും പല അഭിപ്രായങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇപ്പോഴും ദിലീപിന് ആ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് മഞ്ജു വാര്യർ, ഒരു സീനിയർ നടനല്ലേ, ബഹുമാനിച്ചേക്കാം എന്ന് തുടങ്ങിയ അഭിപ്രായങ്ങൾ വരുമ്പോഴും ഈ ഒരു വേദിയിൽ എന്തിന് മറ്റൊരു രീതിയിൽ പെരുമാറണം എന്ന് പറയുന്നവരും ഉണ്ട്. തിയേറ്ററിന്റെ ഏറ്റവും പിറകിലെ നിരയിലാണ് ഇരുവരും ഇരുന്നത്. എന്നാൽ അടുത്തടുത്തുള്ള സീറ്റുകളായിരുന്നില്ല ഇവർ ഇരുന്നതും. മഞ്ജു വാര്യർക്ക് സമീപം ജയസൂര്യയും ദിലീപിനടുത്ത് തൃക്കാക്കര MLA ഉമാ തോമസും ആയിരുന്നു ഇരുന്നത്. മഞ്ജുവും ദിലീപും ഒരേ പരിപാടിയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു. ഇരുവരും എത്തിയതോ തിരിച്ചുപോയതോ ഒരുമിച്ച് ആയിരുന്നില്ല. മാത്രമല്ല പരിപാടി നടക്കുമ്പോൾ വേദിയിലും മഞ്ജുവും ദിലീപും ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല. മാജിക് ഫ്രെയിംസ് സിനിമാസിൽ ആദ്യം റിലീസ് ചെയ്യുന്ന പൃഥ്വിരാജ് ചിത്രമായ ഖലീഫയുടെ ആദ്യ ടിക്കറ്റ് മഞ്ജു വാര്യർ, നടൻ കുഞ്ചാക്കോൻ എന്നിവരാണ് വേദിയിൽ സമ്മാനിച്ചത്. അപ്പോ ദിലീപും മഞ്ജു വാര്യരും ഒന്നിച്ച് ഒരേ കാറിൽ അങ്ങ് തിരിച്ചു പോയായിരുന്നെങ്കിൽ പ്രശ്നം തീരുവോ? അല്ല, എനിക്ക് അറിയപ്പെടലായിട്ട് ചോദിക്കുക. അങ്ങനെ പറയുന്നത് രണ്ടുപേരും ഒന്നിച്ചല്ല പോയെന്നൊക്കെ. അല്ല, ഇനി ഒന്നിച്ചു പോയാൽ അടുത്ത കോൺട്രവേഴ്സി, കാവ്യയും മകളെയും ഇട്ടിട്ട് ദിലീപ് മഞ്ജു വാര്യരുടെ കൂടെ വീണ്ടും എന്നായനെ കൈ കൊടുത്തു. അതിനകത്ത് ഇത്ര വലിയ ഇതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഇയാൾ ചിലപ്പോൾ നിരപരാധി ആയിരിക്കാം എന്നൊരു തോന്നലോ എന്തുകൊണ്ടോ കാണുമ്പോഴത്തേക്ക് ഒരു സ്നേഹം കാണിച്ചു, അത്രേ ഉള്ളൂ. ഇതിനു മുമ്പ് അവരത് കാണിച്ചിട്ടില്ല. എന്നാൽ രണ്ടുപേരും ഒരേ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടുപേരും എത്തി. ഒന്നും വേണ്ട, ലിസ്റ്റ് സ്റ്റീഫൻ വിളിക്കുമ്പോൾ മഞ്ജുവിനെയും പൃഥ്വിരാജിനെയൊക്കെ വിളിക്കുമ്പോൾ പറയും ആരൊക്കെയുണ്ടെന്ന് പറയും. ദിലീപ് ഉണ്ട് എന്ന് പറഞ്ഞു കാണും. ദിലീപിനോടും പറഞ്ഞുണ്ടാവുമായിരിക്കും. ഇവർക്കിനിയും ദേഷ്യം ഉണ്ടെങ്കിൽ, കൈ കൊടുക്കാനും താല്പര്യമുള്ള അയാളെ കാണാൻ മൈൻഡ് ചെയ്യേണ്ട, വേണ്ട, ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരാരെങ്കിലും ഒക്കെ വരാതെ മാറി നിന്നേനെ. അതൊന്നും ചെയ്തില്ല. സോ അതിൻ്റെ പുറകിൽ അവരായിട്ടൊരിക്കലും അത് പറഞ്ഞ് നടക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഒരിക്കലും അവരായിട്ട് സമൂഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഒന്നും പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഓക്കെ, നല്ല കാര്യം എന്നും മുഖവും വെറുപ്പിച്ച് നടക്കുന്നില്ലല്ലോ. ആ ഒരു മകളുണ്ട് രണ്ടുപേരുടെയും. അവളുടെ നാളത്തെ ഒരു കാര്യത്തിന് രണ്ടുപേരും ഒന്നിച്ചു വരട്ടെ. അല്ല, ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇവരിങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കാതെ രണ്ടുപേരും ഒരു ഇത്തിരിയെങ്കിലും സ്നേഹത്തോടെ പോയി കഴിഞ്ഞാൽ അത് ആ കൊച്ചിന് നല്ലതായിരിക്കും. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഇതങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇനി വേറൊരു സാധനം പറയാനുണ്ട്. സനൽകുമാർ ശശിധരൻ, എൻ്റെ പൊന്ന് ചേട്ടാ, താൻ നോർമൽ സൈക്കോ ഒന്നും അല്ല കേട്ടോ. ഒരു യൂഷ്വൽ ആയിട്ടല്ല നമ്മളെപ്പോലുള്ള ഐറ്റം അല്ല. നിങ്ങൾ വേറെന്തോ ഐറ്റമാ. എടോ, എന്താണോ തനിക്ക് വയ്യേ? തനിക്ക് വയ്യേ? വീട്ടിൽ കക്കൂസില്ലേ? അല്ല, എന്താ താനെ കുറെ കാലമായല്ലോ മഞ്ജു വാര്യർ കിട്ടത്തില്ല. വെറുതെയാ. പിന്നെ എന്തിനാ വെറുതെ? എന്ത് കാര്യത്തിനാ വന്നിരുന്ന് പിന്നെ എന്തൊക്കെയോ പുലമ്പുന്നു? നമുക്കതൊന്ന് കേട്ടാലോ. നമ്മൾ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ജീവിതം ഒരു മാഫിയ തടവിലാണ് എന്നാണ്. ഇതേക്കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുള്ളത്. ഈ കള്ളക്കേസ് താൻ കൊടുത്തിട്ടുള്ളതല്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്നും അതിന് തെളിവായി ഒരു ശബ്ദരേഖയുണ്ട് എന്നും ഞാൻ കാലങ്ങളായി പറയുന്നു. പരാതി കൊടുക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. ഇത്രയും കാലം താൻ ഇനി ആ മറ്റേ സാധനത്തിന്റെ വോയിസ് ക്ലിപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത് കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞേക്കാം. താൻ ഇറക്കി വിട്ടു. അത് ഒന്നാമതൊരു ഉടായ്പ ഫ്രോഡ് സാധനമാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായതാ. പിന്നെ അതും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. നാണോ ഇല്ല ചേട്ടാ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനെ എല്ലാം അടച്ചിരുന്നത് എനിക്ക് ഭ്രാന്താണ്, ഈസോഫ്രീനിയാണ്, ഞാൻ മയക്കുമരുന്നിന് അടിമയാണ് തുടങ്ങിയ വിദണ്ഡവാദങ്ങൾ കൊണ്ടാണ്. ഇപ്പോ ഞാൻ പറയുന്നതിലെന്തോ കാര്യമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. എന്തുകൊണ്ട് മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നോക്കൂ,
ഒരു നാടകം അരങ്ങേറുന്നത്. 2 ദിവസം മുൻപ് ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് പങ്കെടുത്തു എന്നൊരു വാർത്ത പുറത്തു വന്നു. അതിൽ അവർ കണ്ടോ കണ്ടില്ലയോ, സംസാരിച്ചില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ 2 ദിവസം അന്തരീക്ഷത്തിലുണ്ടായി. ഇന്നലെ മറ്റൊരു ചിത്രം പുറത്തു വന്നു. മഞ്ജു വാര്യർ ദിലീപിന് കൈ കൊടുത്തു, കൈ കൊടുത്തില്ല. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കുറച്ച് ഫോട്ടോസും പുറത്തുവിടുന്നു. ചിത്രത്തിൽ വളരെ കൃത്യമായി ഒരു കാര്യം കൂടി കാണാൻ പറ്റും. അതിനടുത്ത് തന്നെ ഒരു ക്യാമറയുണ്ട്. ഒന്നല്ല, നിരവധി ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ ആ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യമല്ലേ ആദ്യം പുറത്തു വരിക സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് ആ ചിത്രങ്ങൾ പുറത്തു വരാതെ ഏതോ ഒരു കോണിൽ നിന്നും പാപ്പരാസി പകർത്തിയത് എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രം പുറത്തു വരുന്നു? ഈ നാടകം വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മഞ്ജു വാര്യർ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതിലൊരു വലിയ എടാ പൊട്ട നിന്നോട് നിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റുകയുള്ളൂ. എടാ മോനെ, ഈ വന്നിരിക്കുന്ന വീഡിയോ ഇത് ഓൺലൈൻ മീഡിയാസ് എടുത്ത സാധനമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഈ അവരുടെ കീഴെ നിന്ന് മറ്റേ ഡിജിറ്റൽ ക്യാമറ എടുക്കുന്നവരുണ്ടല്ലോ, അത് തിയേറ്ററിലേക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ വെച്ചിരിക്കുന്ന ക്യാമറാമാൻസോ വല്ലോ ഒക്കെ ആയിരിക്കും. അവരുടെ പേഴ്സണൽ കാര്യത്തിന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ആയിരിക്കും അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതറിയാവോ നിനക്ക്? അല്ലാതെ ഈ ഓൺലൈൻ മീഡിയക്കാർ അവരെ അടുപ്പിക്കത്തില്ല. കുറച്ച് അടുത്തോട്ടൊക്കെ അവർക്ക് പോകാൻ കുറച്ച് പാടായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ പോകാനൊക്കെ പറ്റും. അവർ ഇറങ്ങി വരുമ്പോഴും തിരിച്ചു കയറുമ്പോഴൊക്കെ പറ്റും. അതല്ലാതെ അവരവിടെ ഒരു സീറ്റിങ്ങിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ഓൺലൈൻ മീഡിയക്കാർക്ക് ഒരു പരിധിയിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല. ഒരു ലിമിറ്റേഷൻ കാണും. മനസ്സിലായോ? അവർ ഈ സാധനം എടുക്കും, പടയെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടും. അങ്ങനെ ഈ സാധനം പുറത്ത് വന്ന് ഇതൊക്കെ അങ്ങ് വൈറലായി. ഇനിയിപ്പോൾ ആ ഡിജിറ്റൽ ക്യാമറയിൽ എടുത്ത സാധനങ്ങളുണ്ടല്ലോ, അതിനിപ്പോൾ എടുത്ത് പുറത്ത് വിട്ടാലും എങ്ങും എത്തത്തില്ല ആ സാധനമൊന്നും. കാരണം അതിന് മുമ്പേ ഈ സാധനം ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. അതൊരു സോഷ്യൽ മീഡിയ അനലിറ്റിക്സ്. അതിനെപ്പറ്റി തനിക്ക് വലുതായിട്ട് അറിയാത്തതുകൊണ്ടാണ് വന്നിരുന്ന അതിനെയും. തനിക്ക് മുഴുത്ത ഭ്രാന്താടാ മോനെ, മുഴുത്ത ഭ്രാന്ത്. വലിയ അപകടം കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അന്ന് ആ പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്ന മഞ്ജു വാര്യർക്ക് വിശ്വസ്തരായ ഒരുപാട് ആളുകൾ പോയതിനു ശേഷം മഞ്ജു വാര്യർ മാത്രവും ദിലീപും അയാളുടെ കൂടെയുള്ള സംഘങ്ങളും ചേർന്നിട്ടുള്ള ഒരു നാടകം. അതിനകത്ത് ഒരു സ്ത്രീ പോലും ഇല്ല, നിറയെ പുരുഷന്മാരാണ്. സിനിമാ മേഖലയിൽ പോലും ഉള്ളവരാരുമില്ല. എത്ര ഫ്രൈറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിത് കാണുന്ന ആരെയാണ്? അവരുടെ മുൻ ഭർത്താവിനെ. വളരെയധികം വൈരാഗ്യങ്ങളുണ്ട് എന്ന് കേസുകളിലൂടെയും വാർത്തകളിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളവരാണ്. ഒന്നല്ല, നിരവധി ക്രിമിനൽ കേസ് കൂടിയാണ്. ഒന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുള്ള കേസാണ്, മറ്റൊന്ന് അന്വേഷണം. ഇവന്റെ ഭ്രാന്ത് ഈ അടുത്തൊന്നും മാറത്തില്ല. അതുകൊണ്ട് തന്നെ മതി, കൂടുതലൊന്നും കേൾപ്പിക്കാനില്ല. എന്താണെങ്കിലും അവർ കൈ കൊടുത്തു, അവിടെ കഴിഞ്ഞു. നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഒരു പെങ്കൊച്ചൊക്കെ ഉള്ളതല്ലേ, അതിന് കല്യാണം കഴിക്കണ്ടേ? അച്ഛനും അമ്മയും രണ്ടുപേരും എന്താണെങ്കിലും അവർ ഡിവോഴ്സ്ഡ് ആണെങ്കിലും ദിലീപ് വേറെ കെട്ടിയിട്ടുണ്ടെങ്കിലും ശരിക്കും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇവർ തന്നെ അല്ലേ? അതിന് മാറ്റമൊന്നുമില്ലല്ലോ. അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ രണ്ടുപേരും ഒന്നിച്ചുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ കൂടുതൽ പിന്നെ അങ്ങനെ കൈ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അയാൾ നിരപരാധിയാണെന്ന് അവർക്കൊക്കെ ഇപ്പം തോന്നിക്കാണും, പൃഥ്വിരാജുവേട്ടൻ ഉൾപ്പെടെ. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.